ഡോക്ടർ അറിയിച്ചത്. 29 വയസ്സുള്ള 2 കുട്ടികളുള്ള വാടക വീട്ടിൽ താമസിക്കുന്ന ഈ ചെറുപ്പക്കാരൻ ഈ കാല് നഷ്ടപ്പെട്ടാൽ പിന്നെ എങ്ങനെ ജീവിക്കുമെന്നുള്ളതാണ് ഈ ചെറുപ്പക്കാരനെ അലട്ടുന്ന പ്രശ്നം. കൂടി നിന്ന ആളുകൾ പറഞ്ഞിട്ടാണ് ഈ ചെറുപ്പക്കാരനെ SP ഫോർട്ടിലേക്ക് കൊണ്ടുവന്നത്. അവിടെ ചികിത്സ നടത്തിയെങ്കിലും വിജയം കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. പിന്നീട് നീണ്ട ഒരു ഓപ്പറേഷന് ശേഷം ഡോക്ടർമാർ പറഞ്ഞത് 12 ലക്ഷം രൂപ ഉണ്ട് എങ്കിൽ ആ കാല് തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കും, മുറിക്കേണ്ടി വരില്ല എന്നാണ്. പക്ഷേ നിർധരായ ഈ കുടുംബം എങ്ങനെ ഈ 12 ലക്ഷം രൂപ കണ്ടെത്തും എന്ന ആധിയിലാണ് ഇപ്പോൾ കഴിയുന്നത്. ഇവിടെയുള്ള സുമനസ്സുകളായ ആളുകളാൽ കുറച്ച് കാശ് കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട്. പക്ഷേ ഈ മാർച്ച് മാസത്തിനുള്ളിൽ തന്നെ കാശ് കണ്ടെത്തിയാൽ മാത്രമേ ഈ ഓപ്പറേഷൻ ചെയ്യാൻ സാധിക്കുള്ളൂ. ആ ഓപ്പറേഷൻ ചെയ്താലേ ഷെഫീഖിന്റെ കാല് തിരിച്ചു കിട്ടുള്ളൂ. ഈ 2 കുട്ടികൾ ഇപ്പോൾ വളരെ പ്രതീക്ഷയിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ മലയാള ജനതാ ന്യൂസിന്റെ കണ്ണീരൊപ്പാൻ എന്ന ഇന്നത്തെ എപ്പിസോഡ് വഴി നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്തുകയാണ് ഷെഫീഖിന്റെ ഈ ദുരവസ്ഥ. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ഈ കാശ് എങ്ങനെ കണ്ടെത്തും എന്നുള്ള ആശങ്കയിലാണ് ഈ ഒരു കുടുംബം. ഈ നിർദ്ധയായ കുടുംബത്തെ സഹായിക്കാൻ നമ്മൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ മലയാള ജനതാ ന്യൂസിന്റെ കണ്ണീരൊപ്പാൻ എന്നുള്ള ഈ എപ്പിസോഡിൽ നിങ്ങളുടെ മുമ്പിൽ ഷെഫീഖിന്റെ ഈ പ്രയാസം പങ്കുവയ്ക്കുകയാണ്. പലതുള്ളി പെരുവെള്ളം പോലെ തന്നെ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് നിന്നാൽ തീർച്ചയായും ഈ കാശ് സ്വരൂപിക്കാൻ സാധിക്കും. ആ പ്രതീക്ഷയിലാണ് ഈ കുടുംബം നമ്മളെയും സമീപിച്ചത്. അത് തന്നെയാണ് മലയാള ജനതാ ന്യൂസിന്റെ കണ്ണീരൊപ്പാൻ എന്ന എപ്പിസോഡിന്റെ പ്രേക്ഷകർക്ക് മുമ്പിൽ സമർപ്പിക്കുന്നത്. എന്നാൽ നമുക്ക് ഷെഫീഖിനും ഷെഫീഖിന്റെ പിതാവിനും എന്താണ് പറയാനുള്ളത് നോക്കാം. എവരെ എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യുക. എന്നാലും ഷെഫീഖിന്റെ വാപ്പ നമ്മളോടൊപ്പം, അദ്ദേഹത്തിന്റെ എങ്ങനെയാണ് സംഭവിച്ചത്, എന്താണ് ഇപ്പോഴത്തെ ഒരു ഇറച്ചിക്കടയിൽ സഹായിയായിട്ട് നിൽക്കുകയാണ്. അങ്ങനെ ഇറച്ചി കൊണ്ടുപോയിട്ട് വന്നപ്പോഴത്തേക്ക് ഹൈവേ ക്രോസ് ചെയ്യുന്നിടത്തേക്ക് ഒരു വണ്ടി ഓവർ സ്പീഡിൽ വരികയും ഇടി നടക്കുകയും ചെയ്തു. ആ സെക്കൻഡിൽ അപ്പോഴും തന്നെ 1 മണിക്കൂർ അവിടെ കിടക്കേണ്ടി വന്നു. നേരെ നമ്മൾ ആൾക്കാരെല്ലാം കൂടി വന്ന് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി. അവിടെ കൊണ്ടുപോയപ്പോഴത്തേക്ക് കാല് കട്ട് ചെയ്യണമെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ അവന് 29 വയസ്സേ ആയിട്ടുള്ളൂ. അപ്പോൾ കട്ട് ചെയ്താൽ അവൻ്റെ ജീവിതം പാഴായിപ്പോയി. അതുകൊണ്ട് നമ്മൾ നേരെ മെഡിക്കോർട്ടിൽ കൊണ്ടുവന്നു. അപ്പോൾ അവർ 12 ലക്ഷം രൂപയോളം ആവുമെന്ന് പറഞ്ഞു ഓപ്പറേഷൻ ചെയ്ത് ശരിയാക്കാൻ വേണ്ടി. ഇപ്പം നമുക്ക് 8 ലക്ഷം രൂപ ഇതുവരെ ആയിട്ടുണ്ട്. ഇനി 6 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ മാത്രമേ അടുത്ത സർജറി നടക്കത്തുള്ളൂ. എനിക്ക് കൂലിപ്പണിയാണ്, വേറെ വരുമാനമൊന്നുമില്ല. അല്ലല്ല, ഇത് വാടക വീടാണ്. 800 വാടക. എങ്ങനെയാണ് ഇപ്പോ എത്ര ദിവസത്തിനുള്ളിലാണ് ഈ കാശ് കണ്ടെത്തേണ്ടത്? ഓപ്പറേഷൻ ഇനി ഈ 16-ാം തീയതിയാണ് അടുത്ത സർജറി. ഈ മാസം 16-ാം അതിനിടയ്ക്ക് ഈ കാശ് കണ്ടെത്തണം. 2 ചെറിയ കുട്ടികളാണ്. ഇതല്ലാതെ വേറെ വരുമാനമൊന്നുമില്ല. അവന്റെ വരുമാനത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എനിക്ക് വർക്കൊക്കെ വളരെ കുറവാണ്. ഉണ്ടെങ്കിൽ ഉണ്ട്, ഇല്ലെങ്കിൽ ഇല്ല.